വർക്കല പാപനാശം തീരത്ത് ഇരുട്ടിന്റെ മറവിൽ മലിനജലം ഒഴുക്കിവിടുന്നത് പതിവാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ സമീപത്തെ ബാർ ഹോട്ടലിൽ നിന്നാണ് മലിനജലം റോഡിലൂടെ തീരത്തേക്ക് ഒഴുക്കിവിട്ടത്. ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പരിസരവാസി പകർത്തി നഗരസഭാ അധികൃതർക്ക് നൽകിയതോടെ ആരോഗ്യ വിഭാഗം ഹോട്ടലിലും സമീപത്തെ പബ്ലിക് ടോയ്ലറ്റ് പ്രവർത്തിക്കുന്നിടത്തും പരിശോധന നടത്തി. ഇതൊന്ന് മോട്ടർ അടിക്കാൻ പറ്റും. മോട്ടർ അടിക്കാം. നിങ്ങൾ എന്തായാലും മോട്ടർ അടിച്ച് അവിടെ ഒരാളെ നിർത്താം. എനിക്കൊന്നും ചെയ്യാൻ പറ്റും. വാൾവടക്കി ഈയുടെ വെള്ളം എന്നാണ് അടുത്തത് ഇവിടുന്ന് വേസ്റ്റ് വാട്ടർ എനിക്കറിയത്തില്ല. മേഡത്തിന് എടുക്കണോ മേഡത്തിന് അയച്ചു കൊടുക്കുന്നു. അതല്ല എത്ര ദിവസമായി അറിയത്തില്ല. ഇവിടെ 24 മണിക്കൂർ ആൾക്കാരുടെ ഡയലോഗ് ഒന്നും അറിഞ്ഞു വന്നോ? ഈ വരുന്നവരുടെ എല്ലാം പറഞ്ഞ ഡയലോഗ് ഇടുന്ന ആള് ഒന്നും അറിഞ്ഞു വന്നാണോ? രാത്രി എത്തുമ്പോൾ ഞാൻ കാണും. പിന്നെ എത്ര മണിക്കാണ് സമയം വെച്ചിരിക്കുന്നത്? 6 മണി വരെ. 6 മണി വരെ. എത്ര മണി വരെ തുറന്നിരിക്കും? ഞങ്ങൾ 8 മണി വരെ. ചിലപ്പോൾ ആളുണ്ടെങ്കിൽ ഞങ്ങൾ 8 മണി വരെ ഇരിക്കണം. എനിക്ക് ബലിതർപ്പണത്തിനായും വിനോദസഞ്ചാരികളായും ദിനവും 1000-ലധികം ആൾക്കാർ എത്തുന്ന പാപനാശം തീരത്ത് മലിനജലം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്നത് നിത്യസംഭവമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഈ വർക്കല പാപനാശം എന്ന് പറയുന്നത് നമുക്കറിയാം, വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. ടൂറിസ്റ്റുകളായും ഈ ബലിയുടെ ദർപ്പണത്തിനെത്തുന്ന ഭക്തരും ആയിരക്കണക്കിനെത്തുന്ന ഒരു സ്ഥലമാണ് വർക്കല. ഒരു ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ്, അവരുടെ നിരന്തരം അവർ ഇവിടുന്ന് വേസ്റ്റ് വാട്ടർ റോഡിലോട്ട് ഒഴുക്കി വിടുന്നൊരു രീതി അത് ഇന്നലെ രാത്രിയും തുടർന്നു. അങ്ങനെ ഇന്നലെ രാത്രി ഇവിടെ വന്ന് ഇത് കണ്ടുപിടിച്ചു. ഇന്ന് രാവിലെ മുനിസിപ്പൽ HI ഉൾപ്പെടെയുള്ള ഹെൽത്ത് വിഭാഗത്തിൽ നിന്ന് എല്ലാവരും വന്നു പരിശോധനയിൽ അത് ഇന്നലെ രാത്രി അത് അവരുടെ വേസ്റ്റ് വാട്ടർ തുറന്ന് വിട്ടതായിട്ട്, കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള ജലമാണ് ഇവർ തുറന്ന് വിട്ടിട്ടുള്ളതെന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ അത് പരിശോധനയിൽ കണ്ടെത്തുകയും അതിന് നടപടിയെടുക്കുമെന്നുള്ള ഉറപ്പിന്മേൽ അവർ പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊതുവെ പറഞ്ഞാൽ വർക്കല പാപനാശം ഇപ്പം ഏറ്റവും ശോചനീയമായ ഒരു അവസ്ഥയിലാണ്. മഴയുള്ള ദിവസങ്ങളിൽ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കക്കൂസ് മാലിന്യം ഉൾപ്പെടെ തീരത്തേക്ക് ഒഴുക്കിവിടുന്ന മലിനജലത്തിൽ കുട്ടികൾ ഉൾപ്പെടെ കളിക്കാൻ ഉപയോഗിക്കുന്നതായും ഇതിലൂടെ രോഗം പടരുവാൻ സാധ്യത ഉണ്ടായിട്ടും നഗരസഭാ അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ന്യൂസ് ഡയറി കേരളം, വർക്കല.